ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ടാറ്റയുടെ ലെക്സോണിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ടാറ്റയുടെ കർവ് EVയെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അതായത് ഈ വാഹനം ഓടിച്ചു നോക്കിയിട്ട് ഈ വാഹനത്തിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, എന്തൊക്കെ കംപ്ലയിൻസുകൾ വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Expo. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ഈ പുറകെ സൈഡിൽ നിന്ന് തന്നെയാണ്. അതായത് ബാക്കിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കർവ് EV. ഇതല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കൂപ്പേ ഡിസൈനാണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്നൊരു ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൂപ്പേ ഡിസൈൻ്റെ ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. കാരണം ഈ ഒരു സൈഡ് കൊണ്ട് ചെരിയെന്നുള്ളതുകൊണ്ട് അകത്തിരിക്കുന്ന ആൾക്കാരുടെ സീറ്റിംഗ് രീതി അല്ലെങ്കിൽ അവരുടെ തല ഇടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട് പലർക്കും തോന്നിപ്പോകുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഏതായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇത്രയും ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഒരു TRL ഇൻഡിക്കേറ്റേഴ്സും ഒരു വെൽക്കം ലൈറ്റും എല്ലാം കൂടി ഒരു ലൈറ്റാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന നമ്മുടെ ചാർജിങ് ഏരിയ ആണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. ഈ കാണുന്ന ഒരു സ്വിച്ചാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. വാഹനം ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ പോലും നമുക്കത് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു AC ചാർജർ അവൈലബിൾ ആണ്. തൊട്ട് താഴെ ഒരു DC ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് നമ്മളിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി മറന്നു പോയെന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അതായത് ചാർജ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഊരി മാറ്റി വെച്ച് ക്ലോസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നതായിരിക്കും. ഇനി അതല്ല, നമ്മളിത് പ്രസ് ചെയ്ത് ഇത് ഓപ്പൺ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കേസ് കാരണം ഇത് ഓപ്പൺ ആകാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു മാനുവൽ ആയിട്ടുള്ള ലോക്കും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബമ്പർ, ഒരു വലിയൊരു എയർ ഡാം കാണാം. ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ്. കുറേ ഭാഗത്ത് ക്ലോസ്ഡ് ആണ് വരുന്നത്. ഒരു ഹോൺ കാണാൻ സാധിക്കും. ഇവിടെ സിൽവർ ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. 2 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫോഗ് ലാമ്പും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഫോഗ് ലാമ്പ് നമുക്ക് ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ പൊസിഷനാണ്, ഫോഗ് ലാമ്പ് ഓൺ അല്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത്, അതായത് ഒരു കോർണറിംഗ് ലൈറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി റൈറ്റിലോട്ട് ഞാൻ ആ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ ഫോഗ് ലാമ്പ് കാണാം. പക്ഷേ അതേ സ്ഥാനത്ത് ലെഫ്റ്റ് സൈഡ് ഓഫ് ആണ്. ജസ്റ്റ് നമുക്ക് കാണുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇനി ലെഫ്റ്റ് സൈഡ് നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റിലോട്ട് ഞാൻ ഈ വാഹനം സ്റ്റിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ലൈറ്റും കത്തുന്നതായിരിക്കും. ഇതിലെ എയർ പാസേജ് കിട്ടാൻ വേണ്ടി, അതായത് നല്ലൊരു എയറോഡൈനാമിക് ആക്കാൻ വേണ്ടി നല്ലൊരു എയർ പാസേജും നമ്മുടെ കൂളിംഗ് എഫിഷ്യൻസി എല്ലാം കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എയർ പാസേജ് കൊടുത്തിരിക്കുന്ന. എയർ ഇതിലേക്ക് കയറി പോകുന്ന സമയത്ത് ഒരു വിൻഡ് റെസിസ്റ്റൻസ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ക്ലാഡിങ് കാണാൻ സാധിക്കും. ഗ്ലോസി ഫിനിഷ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഒരു സ്ക്വയറി ഷേപ്പ് തന്നെയാണ് വരുന്നത്. നമുക്ക് ടയർ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും ഒരു 18 ഇഞ്ചാണ് വരുന്നത്. 215 55 ആണ് വരുന്നത്. 55ൻ്റെ സൈസ് വരുന്നുണ്ട്. വളരെ കുറവാണ്. നല്ല ലുക്കാണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഒരു അലോയ് വീലാണ് വരുന്നത്. അലോയ് വീൽ പോലും നല്ലൊരു എയറോഡൈനാമിക് ആകാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പ് ഡിസൈൻ, അതിൻ്റെ കട്ടിംഗ് ഷേപ്പ് നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് ഈ മിറേഴ്സ് കാണാൻ സാധിക്കും. ഓട്ടോ ഫോൾഡിങ്ങും മിറർ അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ഒരു ഇൻഡിക്കേറ്റേഴ്സും വിത്ത് 360 ഡിഗ്രിയുടെ ക്യാമറയും കൂടെ വരുന്നുണ്ട്. ഒരു EVയുടെ ലോഗോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡോറിൻ്റെ താഴെ കൂടെ റണ്ണിംഗ് ബോർഡിൻ്റെ പോർഷനിൽ കൂടെ പോകുന്ന ഒരു നല്ലൊരു ഗ്ലോസി ഫിനിഷ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലത്തെ സ്റ്റിക്കേഴ്സ് ബ്ലാക്ക് ആണ് വരുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കും. അതിലൊരു ചെറിയ ലൈറ്റ് പോലെ കാണാം. അതായത് രാത്രി സമയത്തൊക്കെ നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ഹാൻഡിൽ എന്നുള്ള തപ്പി നടക്കേണ്ടത്. കാരണം ഇത് ശരിക്കും ഒരു എയറോഡൈനാമിക് ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഹാൻഡിൽ പോലും ഉള്ളിലോട്ടാക്കിയിരിക്കുന്നത്, ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വരുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് സ്വിച്ചും കൂടെ വരുന്നുണ്ട്. ലോക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഈ റിക്വസ്റ്റ് സ്വിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം വരുന്നത് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫിൻ്റെ കാണാൻ സാധിക്കും. അത് ഫുള്ളി ബ്ലാക്ക് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന ഒരു പാനോറമിക് സൺറൂഫ് എടുത്ത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതൊരു പാനോറമിക് സൺറൂഫാണ്. നമുക്ക് വാഹനത്തിനകത്ത് കയറുന്ന സമയത്ത് കുറേ കൂടെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. ഈ വാഹനം കുറച്ച് ദൂരെ നിന്നൊക്കെ മേളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. നല്ല ഫുള്ളി ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഗ്ലോസി ടൈപ്പ് ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് വിത്ത് നോർമൽ ആൻറ്റിനാസ് മാത്രമല്ല GPS കൂടെ അത് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ആൻറ്റിന. അതുപോലെ ഈ ഒരു ഭാഗത്തെ ഡിസൈൻ നോക്കും, അതായത് ഈ ഒരു ചെരിഞ്ഞിറങ്ങുന്ന ഈ ഒരു കൂപ്പേ ഡിസൈൻ പലർക്കും സംശയം തോന്നുന്നൊരു കാര്യം, ബാക്കി ഇരിക്കുന്നവരുടെ തല മുട്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് കയറിയിട്ട് കൃത്യമായിട്ട് അത് നോക്കാം. ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ബാക്കിലോട്ട് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പോയിലറും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു സ്പോയിലറാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു സ്പോയിലറും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിയർ ഡീഫോക്കസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ അത് നല്ല കിഡ്ക്കൻ ഡിസൈനാണ്. ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലൈറ്റ് ഫുൾ ഓൺ ആയിരിക്കുന്നത് ഒരു റണ്ണിംഗ് ലൈറ്റ്സ് പോലെ തന്നെയാണ് വരുന്നത്.
അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്ത് ഓരോ സൈഡിലോട്ടും അത് ഫ്ലോട്ടിംഗ് ആയിട്ട് വരുന്ന ടൈപ്പും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ നമുക്കൊരു 360 ഡിഗ്രിയുടെ ക്യാമറ അവൈലബിൾ ആണ്. ഇവിടെ നല്ലൊരു ലോഗോ, ഒരു വൈറ്റ് ടൈപ്പ് ലോഗോ അവൈലബിൾ ആണ്. ഒരു കർവ് EV എന്നുള്ളൊരു ലോഗോ കാണാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് 2 സെൻസേഴ്സ്, റിവേഴ്സ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. താഴെ ഒരു ഗെസ്റ്റർ കൺട്രോളും കിട്ടുന്നുണ്ട്. 2 സൈഡിൽ റിവേഴ്സ് ലൈറ്റും ഒരു റിഫ്ലക്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടിലൊരു സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗെസ്റ്റർ കൺട്രോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒറ്റ സിംഗിൾ പ്രസ്സിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നതാണ്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാനിതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെ ബൂട്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പം ബൂട്ടിൻ്റെ കാര്യം സെറ്റ്. ഇനി ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ക്ലോസ് ആവുമെന്നും കൂടെ നോക്കിയാലോ. യെസ്, അത് നമുക്കിവിടെ നടക്കുന്നുണ്ട്. നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആകുന്നതായിരിക്കും. മോട്ടർ അസിസ്റ്റഡ് വരുന്ന ടൈപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് വരുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പൊക്കി കഷ്ടപ്പെടേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒരു വൈഡ് റേഞ്ച്, അതായത് 500 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഒരു ബൂട്ട് സ്പേസ് മാത്രമല്ല, ഈ വാഹനത്തിൽ ഒരു സ്റ്റോറേജും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ വരുന്ന കാര്യം ഒരു സ്പെയർ വീൽ വരുന്നുണ്ട്. നോർമൽ സ്റ്റീൽ വീൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സബ് വൂഫർ കാണാൻ സാധിക്കും. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. നോർമൽ ഹാലജൻ തന്നെയാണ് വരുന്നത്. LED ആക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്ന ഒരു ഓപ്ഷൻ മാത്രമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് V2Vയും V2L എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ സ്വിച്ചാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ സർക്യൂട്ട് നമുക്ക് എടുക്കുന്നത്. അതായത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജ് ചെയ്യാനും സാധിക്കും, വെഹിക്കിൾ ടു ലോഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ വാഹനമായിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റിയില്ല, ഇതിൻ്റെ ചാർജ് ഔട്ടായി, അല്ലെങ്കിൽ ചാർജ് ഫുള്ള് ഡ്രോപ്പ് ആയി പോയി 0-ൽ പോയി നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു വാഹനം വന്ന് ആ വാഹനത്തിൻ്റെ ചാർജ് കൊണ്ട് നിങ്ങളുടെ വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബൂട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടത് ഈ കാണുന്ന സ്വിച്ച് കണ്ടോ. ഈ സ്വിച്ച് ഒരു സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ക്ലോസ് ആകുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ നോക്കാം. അതായത് ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റോറേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ സ്റ്റോറേജ്. അതായത് ഒരു ഫ്രങ്കും കൂടെ നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ഒരു ഫ്രങ്കിൽ ചെറിയ രീതിക്ക് നമുക്ക് കേബിൾസോ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വിലയെടുപ്പുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ ആരും എടുക്കാത്ത രീതിക്ക് നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ സൂക്ഷിക്കാം. ഹീറ്റ് ആകുമെന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് ഹീറ്റ് ആകും. അതായത് ചോക്ലേറ്റ്സോ കാര്യങ്ങളൊന്നും കൊണ്ട് ആരും വെക്കില്ല, കാരണം ഉരുകിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് അടച്ചിട്ടേക്കാം. നല്ല രീതിക്കുള്ള ലോക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഒരു എഞ്ചിൻ റൂം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പൊടിയുണ്ട്, കാരണം വാഷ് ചെയ്യാൻ സാധിക്കില്ല. ഇലക്ട്രിക്കലാണ്, നമുക്കെല്ലാം അറിയാം. എന്നാലും കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഈ ഒരു സ്പീക്കർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കേസാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഉള്ളത് തന്നെയാണ് ഇവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഒരു വാഹനമൊക്കെ കയറി വരുമ്പോൾ ഈ സൈഡോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലൊരു വാഹനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, വാഹനത്തിനകത്ത് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സീറ്റിലിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു സ്വിച്ചാണിത്. സീറ്റ് വെന്റിലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലൈറ്റ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് 3 സ്പീഡാണ് വരുന്നത്. നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും 2 സീറ്റും വെന്റിലേറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 6 വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ സീറ്റാണ് നമുക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ ചാര് റിക്ലൈനിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് അപ്പ് ഹൈറ്റ് കൂട്ടാനും ഹൈറ്റ് കുറയ്ക്കാനും അങ്ങനെ 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ് തന്നെയാണ് നമുക്ക് ഡ്രൈവർ സൈഡിൽ കിട്ടുന്നത്. പക്ഷേ ഡ്രൈവർ സൈഡിൽ 6 വേ അഡ്ജസ്റ്റബിൾ ആണെങ്കിലും നമുക്കത് മാനുവൽ ടൈപ്പാണ് കിട്ടുന്നത്. അതായത് മാനുവലി അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത്. ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ മിറർ അഡ്ജസ്റ്റിംഗ് ആണ്. റൈറ്റ് ലെഫ്റ്റ് സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം താഴോട്ടാക്കി കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സൈഡിലത്തെ നോർമലായിട്ടുള്ള എല്ലാം ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പവർ വിൻഡോസിൻ്റെ എല്ലാം ടച്ച് ഓപ്പൺ വരുന്നത് ഡ്രൈവർ സൈഡ് മാത്രമുള്ളൂ. ബാക്കിയുള്ള എല്ലാം നോർമൽ ടൈപ്പാണ്. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ, ഒരു ചെറിയ ട്യൂറ്റർ ഇവിടെ അത് അവൈലബിൾ ആണ്. ഒരു സ്പീക്കർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പീക്കർ അവൈലബിൾ ആണ്. ഇനി ഡോർ പോക്കറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം കുറേ പോക്കറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു അംബ്രല്ല വെക്കാൻ വേണ്ടി, ഒരു കുടയൊക്കെ വെക്കാൻ വേണ്ടി സാധിക്കും. ബോട്ടിൽ സൈഡിലോട്ട് വെക്കാൻ സാധിക്കും. എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ. ഒരു 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. 1, 2, 3 ഇത് മൊത്തം കർട്ടൻ എയർ ബാഗ്സും സ്റ്റിയറിംഗിൻ്റെ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. സൈഡിലൊരു എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ പില്ലേഴ്സും സീറ്റയിലും നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 6 എയർ ബാഗാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 4 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലാണ്. കാണാൻ നല്ല അടിപൊളിയാണ്. ടാറ്റയുടെ ഒരു ലോഗോയും കൂടെ വരുന്ന രീതിക്ക് ഒരു ഡിജിറ്റൽ ടൈപ്പ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ഏതായാലും കീ ഒന്ന് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലോഗോയും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിക്ക് ഒരു ഡിജിറ്റലായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ക്ലസ്റ്റർ മീറ്റർ, ചെറുതെന്ന് പറയാൻ സാധിക്കത്തില്ല, 10.25 ഇഞ്ചിൻ്റെ ഒരു TFT സ്ക്രീനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒരു ക്ലസ്റ്റർ മീറ്റർ ആയിട്ട് ഒരു കോപ്പറ്റ് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ, ഡ്രൈവ് അസിസ്റ്റ്,
വെഹിക്കിൾ ഇൻഫർമേഷൻ, അതായത് ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. എനർജി ഫ്ലോ എങ്ങനെയാണ് വരുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. മീഡിയയുടെ കാര്യം, ഏത് യൂസ് ചെയ്യുന്ന ഏത് FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അത് നാവിഗേഷൻ. നമുക്കിപ്പം നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണം, ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിംഗ്സ് നമുക്കിവിടെ കിട്ടും. പിന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. എനർജി ഇൻഫ്ലോ, ചാർജർ നോട്ട് കണക്റ്റഡ് കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സ് വേണമെങ്കിൽ ഓക്കെ കൊടുക്കാം. പിന്നെ ബാക്കി സ്റ്റിയറിംഗ് വീലേ വരുന്ന സെറ്റിംഗ്സ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇതിലിപ്പോൾ ഒരു അഡാസ് ലെവൽ 2 ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഫീച്ചർ, ഞാൻ ഈ വാഹനം കുറച്ച് ദൂരം ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, സഡനായിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നും. കാരണം നമ്മളതിനോട് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. എന്നാലും നമ്മൾ അറിയാതെ ബ്രേക്ക് ചെയ്ത് പോകും. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കൊരു സ്റ്റിയറിംഗ് വീലി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് റീജനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീജൻ എത്ര വേണമെന്നുള്ളത് ലെവൽ 3 ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലാണ്. അങ്ങനെ ഒരു ലെവൽ 3 ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ വാഹനത്തിന് 95% ഉണ്ട്. 339 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ശരിക്കും ഈ ഒരു വാഹനത്തിൽ 502 കിലോമീറ്ററോളമാണ് റേഞ്ച് പറയുന്നത്. പക്ഷേ ഒരു നോർമൽ ഡ്രൈവിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഡ്രൈവിലൊക്കെ നമുക്കൊരു 450 വരെയൊക്കെ സുഖമായിട്ട് ഈ വാഹനത്തിൻ്റെ ഒരു റേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം കസ്റ്റമർ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കമ്പനി പറയുന്ന റേഞ്ച് അല്ല. കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഒരു 450 വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. 12.3 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു സ്ക്രീൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടു. നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് വരെ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കും. കിട്ടുന്നുണ്ട്. ഇതിപ്പം നമുക്ക് മൂഡ് ലൈറ്റ് ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന് ഏത് കളേഴ്സ് വേണമെന്നുള്ളത്, നമ്മളിപ്പം റൂഫിൽ നമ്മൾ കണ്ടപോലെ ഗ്രീൻ കളറായിരുന്നു, നമുക്ക് മാറ്റി ഏതൊരു കളറിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ, യെല്ലോ ആക്കണമെങ്കിൽ യെല്ലോ ആക്കാം. ഏതൊക്കെ ഭാഗത്ത് വേണം, മൂഡ് ലൈറ്റ് വേണോ അല്ലെങ്കിൽ ഫ്രണ്ട്, റിയർ, റൂഫ്, എവിടെ വേണം നമുക്ക് ഈ ഒരു കളേഴ്സ് സെറ്റ് ചെയ്യാനും സിങ്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ എയർ പ്യൂരിഫയറിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു വാഹനത്തിൽ എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. ഇൻസൈഡ് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അത് വിത്ത് ഓട്ടോ ഡിമ്മിങ് വരുന്നൊരു ടൈപ്പ് മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഡാഷ്ബോർഡ് കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ, ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഓട്ടോ AC ഫുൾ കൺട്രോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ എക്സ്പ്രസ് കൂളി, പക്ഷേ ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ അറിയാതെ ടച്ച് ചെയ്താണ്. ഇത് ഫുൾ ടച്ച് ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് എല്ലാം ടച്ചാണ്. ജസ്റ്റ് ഒരു 1 ടച്ച് തന്നെ 360 ഡിഗ്രി ക്യാമറ കാണണമെന്നുണ്ടെങ്കിൽ വേണ്ട ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 360 ഡിഗ്രി ഫുള്ള് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ ഹസാർഡ്, ഇതെല്ലാം ടച്ച് ഫീച്ചേഴ്സിലാണ് വരുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ നമുക്കൊരു മാനുവൽ നോബിൽ തന്നെയാണ് വരുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ തന്നെ കാണിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ വേറെ ഡിസ്പ്ലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ആസ് ഇറ്റ് ഈസ് നമ്മുടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിൻസർ EVയിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ സെയിം ഒരു ഫീച്ചർ തന്നെയാണെന്ന് പറയാം. ഫാൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടുക, കുറയ്ക്കുക, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അറിയാതെ പോലും ഇവിടെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഇവിടെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാം. ഒരു വിശേഷങ്ങളൊന്നും പറഞ്ഞേക്കാം. ആദ്യത്തെ നമ്മുടെ പവർ ചാർജർ ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള, അതായത് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഫോഗ് ലാമ്പിൻ്റെ ആണ് ഈ ഒരു സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് കാണാൻ സാധിക്കും. ഹിൽ ഡിസൻ കൺട്രോൾ നമുക്ക് ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കും. ഹസാർഡ് ലൈറ്റ് ആണ് വരുന്നത്, ഡബിൾ ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് 1 പ്രസ്സിൽ വേണ്ട ഡിക്കി ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. യെസ്, അപ്പോൾ അത് തുറന്നിരിക്കുകയാണ്. ഇനി അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ എടുക്കാനോ വെക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ട് അത് ചെയ്യാൻ സാധിക്കും. ലോക്ക് അൺലോക്ക്, ഇതിപ്പോൾ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ബട്ടണിൽ തന്നെയാണ്. അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അൺലോക്ക് ആകുന്ന അൺലോക്ക് 360 ഡിഗ്രിയുടെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 360 ഡിഗ്രി കാണാൻ സാധിക്കും. പെട്ടെന്ന് സഡനായിട്ട് ഈ വാഹനം ഒന്ന് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇൻസൈഡ് സർക്കുലേഷൻ ഓൺ ആക്കും. നമ്മുടെ ലെഗ് റൂമിലോട്ടും വരും. AC മോഡും എല്ലാം നമുക്ക് ഓൺ ആവുന്ന കാണാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് സർക്കുലേഷൻ, റിയർ ഡീഫോഗർ ആണ് വരുന്നത്. മാക്സിമം കൂൾ ആക്കണമെന്നുണ്ടെങ്കിൽ മാക്സ് കൂൾ ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ പൊസിഷൻസ്, ഏതൊക്കെ പൊസിഷനിൽ നമുക്ക് എയർ വരണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് ഇവിടെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഓരോ വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഏത് രീതിക്കാണ് എയറിൻ്റെ സർക്കുലേഷൻ പോകുന്നത്. AC ഇനി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ AC ഓഫ്. ഇനി AC ഓൺ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ AC ഓൺ ചെയ്യുക. ഓട്ടോ മോഡ് വേണമെങ്കിൽ ഓട്ടോ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്ന സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഫാൻ്റെ സ്പീഡൊക്കെ നമുക്ക് മാനുവലായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാം. ടെമ്പറേച്ചറും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ കുഞ്ഞ് പോക്കറ്റ് കാണാൻ സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഒരു USB ഔട്ട് വരുന്നുണ്ട്. ഒരു 45 വാട്ട്സിൻ്റെ
ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. അതെനിക്ക് തോന്നുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സി ടൈപ്പ് ആണ് വരുന്ന ഒരു 45 വാട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ഒരു ലാപ്ടോപ്പ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. 45 വാട്ട്സ് ആണ് വരുന്നത്. അതൊക്കെ ഒരു ഫസ്റ്റ് ആൻഡ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീച്ചർ ആണെന്ന് തന്നെ ഞാൻ പറയും. ചെറിയൊരു ക്യൂട്ട് നോബ് കാണാൻ സാധിക്കും. ഏത് ഡ്രൈവ് മോഡിലോട്ട് നമുക്ക് മാറ്റണോ എന്നുള്ളതിനെ കുറിച്ചുള്ളതും പാർക്ക് മോഡ്, അതായത് പെട്ടെന്ന് നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ലോക്കിൽ തന്നെ ഇരിക്കുന്ന ഒരു മോഡ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു 3 സ്റ്റേജസ് കാണാൻ സാധിക്കും. ഇക്കോ, സിറ്റി, സ്പോർട്സ് മോഡ്. നമ്മുടെ ഡ്രൈവ് മോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മോഡുകളാണ് ഈ വരുന്നത്. നമുക്ക് മാറ്റുന്നതിനനുസരിച്ച് നമുക്കിവിടെ പറയുന്നത് കേൾക്കാൻ സാധിക്കും. അതായത് ആ ചേച്ചി ഏതായാലും നല്ല വൃത്തിയായിട്ട് ഇത് പറഞ്ഞു തരുന്നുള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കേട്ട് മനസ്സിലാക്കാനും സാധിക്കും. സ്പോർട്സ് മോഡ്, ഇക്കോ, സ്പോർട്സ് ഡ്രൈവ് മോഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആക്റ്റീവ് ആവുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. പക്ഷേ ചാർജർ ഓൺ ആക്കിയാൽ മാത്രം ചാർജ് ആകത്തുള്ളൂ. അതും കൂടെ നിങ്ങൾ ഓർക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് AC വെൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുറച്ചൊരു താഴോട്ട് വന്നൊരു പൊസിഷനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല, നല്ല കിടുവാണ് ആ ഒരു കാര്യം. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു വയർലെസ് ചാർജറും കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ആംറസ്റ്റിൻ്റെ അവിടെ തന്നെ കാണാൻ സാധിക്കും. അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആംറസ്റ്റ് അല്ല, ഫിക്സഡ് ടൈപ്പ് ആംറസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലത്തെ ഇത് നോക്കുന്ന സമയത്ത് ഡ്രൈവറിന് പിന്നെ കണ്ണാടിയോ കാര്യങ്ങളൊന്നുമില്ല. കോ ഡ്രൈവർ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരു മിററെങ്കിലും ഉണ്ട്. നല്ല കാര്യം, വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പാസഞ്ചറിന്റെ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ നമുക്കൊരു കീ കൊടുത്തിട്ടുണ്ട്. കീ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ SOS നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ റോഡ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു ലൈറ്റ്, അത് LED തന്നെയാണ് വരുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് ആണ് വരുന്നത്. സൺറൂഫ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, കിടു, ഒരു രക്ഷയില്ല. കാരണം ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നിലവിൽ പണ്ടൊക്കെ നമ്മളൊരു വാഹനം നോക്കുമ്പോൾ അധികം ഫീച്ചേഴ്സ് ഒന്നുമല്ല, വാഹനത്തിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നൊരു കാര്യം വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫീച്ചറിസ്റ്റിക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നല്ലൊരു പനോരമിക് റൂഫ്, ഇത്രയും നമുക്ക് ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ പോലും നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ സാധിക്കും. ഏതായാലും ഞാൻ ബാക്കിലോട്ട് കയറിയിട്ട് ബാക്കിലത്തെ വിശേഷം പറയുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ പാസഞ്ചർ സൈഡിൽ ഇരിക്കുമ്പോൾ ഫീലും കൂടെ ഒന്ന് പറയാനുള്ളൂ. ഏതായാലും ഇത് ഫ്രണ്ടിലിരുന്ന് ഓടിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രണ്ട് ഇരുന്ന് ഓടിക്കാൻ മാത്രമല്ല, അതെനിക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിരുന്നത് അല്ലെങ്കിൽ ഒരു കോ പാസഞ്ചർ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അതായത് നമുക്ക് ഈ പറയുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് ഞാൻ പറയാം. ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്, കാണാൻ നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു ചെറിയൊരു ആംബിയന്റ് ലൈറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ മേളിൽ നമുക്കൊരു ആംബിയന്റ് ലൈറ്റ്, അതായത് ഈ 2 സൈഡിലും നമുക്കൊരു ആംബിയന്റ് ലൈറ്റ് അവൈലബിൾ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കിടുകനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മിക്കപ്പോഴും ഞാൻ നോക്കുന്നൊരു കാര്യമാണ് കാലെ തട്ടുന്നൊരു കേസ്. ഓക്കെ, ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്. ഇത്രയും വെക്കണമെന്നുണ്ടെങ്കിൽ കാലിൽ ഇങ്ങനെ മാറ്റി വെച്ചേച്ചും വെക്കേണ്ടി വരും. കാല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ കാല് നീട്ടി വെച്ച് കഴിഞ്ഞാൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും നല്ല 2 കപ്പ് ഹോൾഡേഴ്സ് ഏതായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേളിലൊന്നും ഞാൻ കണ്ടില്ല. ഈ ഒരു പോർഷനിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് കപ്പ് ഹോൾഡേഴ്സ്. കാരണം അത് വേണ്ട ഒരു ഫീച്ചറാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫീച്ചറായിരുന്നു. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ട് വെച്ചു എന്ന് അറിയത്തില്ല. പക്ഷേ കുഴപ്പമില്ല, ഇവിടെയാണല്ലോ അത്യാവശ്യം ഒരു കപ്പ് ഹോൾഡർ വെക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് വല്ല കാർഡ്സോ കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ കാർഡ് വെക്കാം, എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വെക്കണമെങ്കിൽ വെക്കാം. ഇതിൻ്റെ മേളത്തെ ഒരു പോർഷനിൽ നമുക്കൊരു ബുക്കൊക്കെ സുഖമായിട്ട് കയറ്റി വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്പണിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇല്ല, ഒരു പ്രസ്സിംഗ് ആണ് വരുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ആസിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. കൈ വെക്കാനുള്ളൊരു സൗകര്യം കുഴപ്പമില്ല. ഈ 2 സൈഡിലുമായിട്ട് കൈ വെക്കാൻ പ്രശ്നമില്ല. അതും നല്ല അടിപൊളി ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ചാർജറിൻ്റെ കേസും എല്ലാം നമുക്ക് ഇവിടുന്ന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിലത്തെ സീറ്റിലെ വിശേഷങ്ങൾ കൂടെ നോക്കാം. ഏതായാലും ഇരിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ ഫീലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തൈ സപ്പോർട്ട് അത്രയും പോരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തൈ സപ്പോർട്ട് ഓക്കെ അല്ല, കാരണം കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ബാറ്ററിയുടെ പാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ട് താഴെയാണ് വരുന്നത്. EV-യിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ കുറച്ചെങ്കിലും പ്രതീക്ഷയോട് കൂടിയാണ് ഞാനത് നോക്കുന്നത്. ഫ്രണ്ടിലത്തെ സീറ്റ് ഏറ്റവും മാക്സിമം ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബാക്കിലോട്ട് മാറ്റിയിട്ട് ഡ്രൈവ് ചെയ്തോളും. ഒരു ലെഗ് റൂം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ രീതി. റിയർ നമുക്ക് 2 സ്റ്റേജ് റിക്ലൈനിങ് വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ ചാരി ഇരിക്കുന്നതും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡും കൂടെ ഒന്നുകൂടെ അല്പം കൂടെ ഒന്ന് ചാരി ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു ഓക്കെ ഫീച്ചർ തന്നെയാണ്. ഏതായാലും നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. ഏതായാലും ആ ഒരു കാര്യത്തിൽ അടിപൊളി തന്നെ. പിന്നെ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇതൊരു 40യും ഇതൊരു 60 സീറ്റുമാണ് വരുന്നത്. 60 നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം ലഗേജോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഒരു വലിയൊരു രീതിക്ക്, അതായത് 500 അല്ല, അതിൽ മേളിൽ നമുക്ക് ഈ സീറ്റ്, അതായത് ഈ ഒരു ഹെഡ് റെസ്റ്റും കൂടെ താത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. എൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു
ആംറസ്റ്റ് വരുന്നുണ്ട്, സെൻറ്റർ ആംറസ്റ്റ്. അത് നല്ലൊരു ഫീച്ചറാണ്, കുഴപ്പമില്ല. കാരണം 2 കപ്പൊക്കെ അത്യാവശ്യം വെക്കാൻ സാധിക്കും. 2 കപ്പൊക്കെ വെച്ച് ജ്യൂസൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നോണ്ടി കുടിക്കാം. അതും വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സീറ്റിംഗ് പുറകിലത്തെ ഒരു അല്പം കൺജസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ഒത്തിരി ഞാൻ ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു രീതിക്ക് എനിക്ക് കുറച്ച്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് വരുന്ന ശരിക്കും ഫ്ലോർ നമുക്കൊരു അല്പം പൊങ്ങി നിൽക്കുന്നുള്ളതുകൊണ്ട് ഇതിനകത്തിപ്പം വേറെ അഡീഷണൽ മാറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ആ മാറ്റും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു രീതിക്ക് നമുക്ക് തൈ സപ്പോർട്ട് കുറച്ച് കുറയുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഈ സൈഡിലത്തെ ഡോർ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ട്യൂട്ടർ കാണാൻ സാധിക്കും, JBLന്റെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും, പവർ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇപ്പം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മേളത്തെ ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഇത് ഫിക്സഡ് പെർമനന്റ് ആണ് വരുന്നത്. ഇത് മാത്രമുള്ള മൂവബിളായിട്ട് വരുന്ന ടൈപ്പ്. മേലോട്ട് കയറി നിന്ന് ഇവിടെ നിന്നുകൊണ്ടാണെങ്കിലും നമുക്ക് മേളിൽ കയറി അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതും അടിപൊളി ഒരു ഫീച്ചറാണ്. ഇവിടെ റീഡിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും, അതും LED. ഈ സൈഡിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്, അതും LED ആണ്. എയർ ബാഗിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, കാരണം ടാറ്റയുടെ വാഹനത്തിൽ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് മിണ്ടേണ്ട കാര്യമില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ അത് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് 1, 2, 3, 4 അവൈലബിൾ. ആ സെൻറ്ററിലെ ആൾക്കാരെ ഇവരും ശ്രദ്ധിക്കാറില്ല. വേണ്ട, ആവശ്യമുള്ളവൻ സെൻറ്ററിൽ ഇരുന്നാൽ മതി, ബുദ്ധിമുട്ടിയാളിൽ ഇരുന്നാൽ മതി എന്നുള്ള രീതിയാണ് പല വാഹന കമ്പനിക്കാരും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. കാരണം സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഹെഡ് റെസ്റ്റ് കൊടുക്കാമെങ്കിൽ നല്ലതാണ്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബാക്കിൽ അത്യാവശ്യം നമുക്ക് സാധനം വെക്കാൻ സാധിക്കും. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ള ഹെഡിൻ്റെ കേസാണ് പറയുന്നത്. ഒരു 6 അടിയുള്ള ഒരാൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ സാധിക്കും. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ കൊണ്ട് എനിക്കൊന്ന് ഈ റോളിങ്ങിൻ്റെ എല്ലാം തീരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി റോളിങ്ങിൻ്റെ ആവശ്യം വരുന്ന രീതി. ഏതായാലും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം ഒഴിച്ച്. കാരണം ലെഗ് റൂം ഒരു അല്പം കൂടെ ഒന്ന് ശരിയാവുന്നു തോന്നിയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന നമുക്കൊരു റിയർ AC വെൻ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു 45 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ തന്നെ, അതായത് 45 വാട്ട്സിൻ്റെ ഒരു ചാർജർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും അടിപൊളി ഒരു ഫീച്ചറാണ്. കാരണം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ വാഹനം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാണ്, പാർക്ക് മോഡിലാണ്. ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഈ വാഹനം ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എന്തോ ഒരൊച്ച ഈ ഒരു സ്പീക്കറിനകത്ത് നിന്ന് ഒരു ചെറിയ സൗണ്ടാണ് വരുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഞാനൊന്ന് പറയുന്നത് നിർത്താം. യെസ്, ഓക്കെ. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സ്പീക്കറിനകത്ത് അഡീഷണൽ ആയിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടും അല്ലെങ്കിൽ ചെറിയൊരു സ്പീഡിൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ നടന്നു പോകുമ്പോൾ പെഡസ്ട്രിയൽസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വാഹനം വരുന്നുണ്ട് മാറണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് ഇതിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു EV വാഹനം എന്ന് പറയുമ്പോൾ സൈലൻ്റ് ആയിരിക്കും. നമ്മുടെ നോർമൽ IC എഞ്ചിൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൗണ്ട് ഒരു കാരണവശാൽ ഈ വാഹനത്തിൽ കിട്ടത്തില്ല. ഈ വാഹനം വളരെ സൈലൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വാഹനം പോകുമ്പോൾ മാർക്കിങ്ങിലൊക്കെ ആരും മാറാതെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഹോൺ യൂസ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഇങ്ങനെ ഒരു വാഹനം വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സൗണ്ട് കൊടുത്തിരിക്കുന്നത്. 2 ബാറ്ററി പാക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 45 കിലോവാട്ട് അവറും അവൈലബിൾ ആണ്, 55 കിലോവാട്ട് അവറും അവൈലബിൾ ആണ്. 45 കിലോവാട്ടിൽ പവർ ഔട്ട്പുട്ട് വരുന്ന 150 ഹോഴ്സ് പവർ ആണ്. ടോർക്ക് വരുന്ന 215 ന്യൂട്ടൺ മീറ്റർ ആണ്. അതിൽ നമുക്ക് 330 തൊട്ട് 350 കിലോമീറ്റർ വരെ മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. കമ്പനി 502 കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിലും ഒരു റിയൽ വേൾഡ് ടൈമിൽ നമുക്ക് കിട്ടുന്നത് 330 തൊട്ട് 350 വരെ റേഞ്ച് കിട്ടുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു 55 കിലോ വാട്ട് ബാറ്ററി ഉള്ള വാഹനത്തിന് പവർ 167 ഹോഴ്സ് പവറും ടോർക്ക് സെയിം ആണ്, 215 തന്നെയാണ് വരുന്നത്. അതിന് 585 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. ഏറെക്കുറെ 400 തൊട്ട് 425 450 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ 70 കിലോ വാട്ട് DC ഇതിലാണെങ്കിൽ നമുക്കൊരു 0 അല്ലെങ്കിൽ 10 to 80% ആകാൻ വേണ്ടി 40 മിനിറ്റ്സ് മതി. 7.2 കിലോ വാട്ട് AC ചാർജിങ്ങിലാണെന്നുണ്ടെങ്കിൽ 7.9 മണിക്കൂർ നമുക്ക് വേണം. ഇനി നോർമൽ ഒരു 15 ആംബിയറിൻ്റെ സോക്കറ്റിലാണെങ്കിൽ 0 to 100 നമുക്ക് 21 അവേഴ്സ് നമുക്ക് ചാർജിങ് ടൈം ആവശ്യമായി വരുന്നു. സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിത് ബാക്കിലോട്ട് പ്രസ് ചെയ്യുന്നതല്ലാതെ ഇവിടെ ഒരു ഒറ്റ പ്രസ്, അതായത് നേരെ മേലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കവർ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, കവർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നമുക്കൊരു എയർ പാസേജ് മാത്രം, അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ പുറത്തുനിന്നൊക്കെ അല്ലെങ്കിൽ നമുക്ക് അകത്ത് എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകണമെന്നുള്ള ഒരു എക്സോസ്റ്റിൻ്റെ പോലത്തെ തന്നെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ ഒരു പോർഷൻ മാത്രം ഓപ്പൺ ആയിട്ടിരിക്കും. അതായത് ബാക്കിൽ നിന്ന്, അതായത് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു പ്രഷർ കയറി വരുന്ന സമയത്ത് ഒരു വാക്യൂം എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അകത്തുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഒന്നുകൂടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി നമുക്ക് ജസ്റ്റ് വെട്ടം മാത്രം കിട്ടുന്ന രീതിക്ക്, അതായത് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പുറത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത് നമുക്ക് അകത്തിരുന്ന് വാഹനം ഓടിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവും കൂടെ നോക്കാം. ഇപ്പം പാർക്കിംഗ് ബ്രേക്കിലാണുള്ളത്, P മോഡിലാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഇതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ D മോഡിലോട്ട് മാറ്റി, അന്നേരം P മോഡ് മാറി. ഇനി ഇത് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ
പാർക്കിംഗ് ബ്രേക്ക് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ വാഹനം പോകുന്നതായിരിക്കും. ഏതായാലും ഡ്രൈവിൻ്റെ ഒരു കാര്യം, ഞാൻ ഏറെക്കുറെ ഒരു 8 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുള്ളായിരുന്നു, അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സ്മൂത്താണ്, നല്ല ഒഴുകി പോകുന്നൊരു ഫീൽ തന്നെയാണ്. റീജൻ്റെ ഏറ്റവും കുറച്ചാണ് ഞാൻ ഇട്ടത്. ഇനി നമുക്ക് ഓടിക്കുമ്പോൾ റീജൻ ഒന്ന് കൂട്ടിയിട്ടൊന്ന് നോക്കാം. 93% ചാർജ് ഉണ്ട്, 93% ചാർജ് ഉണ്ട്. അതിൽ നമുക്കൊരു 335 റേഞ്ചാണ് നമ്മുടെ ഈ വാഹനം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ AC ഓണാക്കിയിട്ടു. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ എനിക്ക് പറയാനുള്ളത്, എവിടെയെങ്കിലൊക്കെ നമ്മൾ ഈ വാഹനം നിർത്തിയിട്ടാൽ പോലും നമുക്ക് മറ്റേതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സാധാരണ IC എഞ്ചിനൊക്കെ ആകുമ്പോൾ അയ്യോ പെട്രോൾ കത്തുന്നു എന്നൊരു ഫീൽ വരും. ഇതിൽ പിന്നെ അത്ര ഒരു ഫീൽ വരത്തില്ല. ഏത് നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് AC-ലൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഇക്കോ മോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ അതിൻ്റെ റേഞ്ച് 347 കിലോമീറ്റർ റേഞ്ചാണ് കിട്ടുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഞാനത് മാറ്റി സ്പോർട്സ് മോഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 318, ഒരു സിറ്റി ഡ്രൈവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 335 കിട്ടുന്നത്. ഇതെല്ലാം ലെവൽ 1 റീജിയനിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി റീജിയൻ ഞാൻ ടോപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് തേർഡ് ലെവലിലാക്കുകയാണെന്നുണ്ടെങ്കിൽ 348 സിറ്റിയിലും കിട്ടുന്നുണ്ട്. ഒരു ഇക്കോ വരുമ്പോൾ 361, ഒരു സ്പോർട്സ് മോഡ് വരുന്ന സമയത്ത് 331 അതിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത്, അതായത് EV ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലെവൽ 3 റീജിയനിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ, ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. നമുക്ക് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈഫ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് തേർഡ് ലെവൽ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ വാഹനത്തിനകത്ത് ഇരിക്കുന്നവർ നമ്മൾ ആക്സിലറേറ്ററിന് കാലെടുത്ത് അന്നേരം ബ്രേക്ക് ചവിട്ടുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. അത്രയും റീജനറേഷനാണ് കിട്ടുന്നത്. എന്നാൽ പോലും നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ലെവൽ 1 തന്നെയാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ നമ്മളൊരു സാധാരണ ഒരു IC എഞ്ചിൻ ഓടിക്കുന്ന പോലെ ആക്സിലറേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് സ്ലോ ആകുന്നത്. അതുപോലെ സ്പീഡ് ഒന്ന് കുറയ്ക്കുന്ന രീതി നമുക്ക് ശരിക്കും കിട്ടുന്ന ലെവൽ 1ലാണ്. 3-ലിട്ട് കഴിഞ്ഞാൽ മൈലേജും കൂടുതൽ കിട്ടും, ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക് വളരെ കൂടുതൽ കിട്ടും. നമുക്ക് ബ്രേക്ക് ആവശ്യം പോലും വരത്തില്ലാത്തൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമ്മളൊരു ലെയിൻ കീപ്പ് അസിസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഒന്ന് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ എന്നാൽ ഇവിടുത്തെ ആൾക്കാർ ഇതിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് അത്രയും കൃത്യമായിട്ട് കിട്ടത്തില്ല. എന്നാലും ഏറെക്കുറെ നമുക്കൊന്ന് സെറ്റ് ആകുന്നുണ്ട്. പാടാം, കാണത്തില്ല ആണോ? തിരിച്ചാണ്. ഓ, ആ സൈഡ് മാത്രമേ സെൻസ് ചെയ്തില്ല. അങ്ങനെ ഉണ്ടോ? ക്രൂസ് ഓൺ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റഡ്. ഇല്ല, സൈഡിലോട്ട് പോകുന്നുണ്ട്. ഓവറോൾ ഒരു 10-15 കിലോമീറ്റർ ഡ്രൈവിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീറ്റിൻ്റെ കൂളിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ ഇത്രയും ഒരു വലിയൊരു വാഹനമാണ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. വളരെ ചെറിയൊരു വാഹനം കൊണ്ട് നടക്കുന്ന ഫീല് തന്നെ നമുക്ക് ട്രാഫിക്കിൽ കൂടെയൊക്കെ നല്ല സുഖമായിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെറിയ വഴി കൂടെ ആണെങ്കിൽ പോലും, ഞാൻ ഈ ജസ്റ്റ് കാണിച്ചു തരുന്നത് അത്രയും ചെറിയ വഴിയല്ല, എന്നാലും നമുക്ക് കമ്പാരിറ്റീവ് ഒരു ചെറിയ വഴി കൂടെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോകുന്നൊരു ഓട്ടോ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഈ വഴിയുടെ വീതി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റ് നമുക്കറിയാൻ സാധിക്കും ഇതുപോലത്തെ ഒരു അത്യാവശ്യം വലിയ വാഹനം നമുക്ക് തോന്നുമെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പോക്കും പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റർ അല്ലാതെ തന്നെ ഒരു ക്യാമറയും കൂടെ വരുന്നുള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഈ സൈഡിൽ നമുക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതും ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 360 ക്യാമറ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡ്രൈവ് മോഡ് ആണെങ്കിലും റേഞ്ചിൻ്റെ കേസ് ആണെങ്കിലും, റേഞ്ച് ഇപ്പം നമ്മൾ 502 കിലോമീറ്റർ പറഞ്ഞാലും നമുക്ക് ഏറെക്കുറെ ഒരു 450 സുഖമായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു കാര്യത്തിലൊരു മാറ്റം പറയാൻ സാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ സ്പോർട്സ് മോഡിലിട്ട് നമ്മുടെ ഡ്രൈവിംഗ് രീതിയും കൂടി ഇതിനകത്തൊരു വലിയ വിഷയമാണ്. കാരണം ഓവറായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് നല്ലൊരു സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് റേഞ്ച് കമ്പാരിറ്റീവ്ലി വളരെ താഴും. അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചോണം.